ജീവമാതാ കാരുണ്യ ഭവൻ നടത്തിപ്പുകാരി ഒളിവിൽ പോയിട്ട് ഒരാഴ്ചയായി. അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ മരുമോൻ ഷഫീന ബീബിയെ പറത്തിക്കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവമാതാ കാരുണ്യ ഭവൻ തുടക്കം ഒരു കൊച്ചു വീട്ടിലെ വാടകയ്ക്ക് എടുത്തിട്ടാണ്. 15 പേരുമായാണ് ആ വാടക വീട്ടിൽ അവർ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന പേരിൽ അനാഥാലയം നടത്തിക്കൊണ്ടു പോന്നിരിക്കുന്നത്. മാനസിക നില തെറ്റിയ ഒരു അന്തേവാസിയെ ഗിരിജയുടെ ബന്ധുവായ ഒരു പുരുഷൻ ബലാത്സംഗം ചെയ്യുന്നത് നേരിട്ട് കണ്ട വ്യക്തിയാണ് ആ വീടിൻ്റെ ഉടമ. ഇങ്ങനെ ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും മാറി അവർ വേറൊരിടത്തേക്ക് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പിന്നീടുള്ള കാരുണ്യ ഭവന്റെ അന്തേവാസികളുടെ എണ്ണം കൂടി വരികയും ഇതിൽ എം.എൽ.എയുടെ മകനും എല്ലാവരും പങ്കാളികളാണ്. അനാഥാലയം വഴി ഒരുപാട് പേരുടെ ജീവിതമാണ് ഇല്ലാതാക്കിയത്. അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തി പട്ടിണിക്കിട്ട് കൊന്നു. എന്നിട്ട് ആ ബോഡി വിറ്റ് കാശുണ്ടാക്കി. എന്ത് അനാഥാലയമാണ് ഈ നടത്തുന്നത്? ഇങ്ങനെയാണോ അനാഥാലയം നടത്തേണ്ടത്? മനസ്സിലാവുന്നില്ല. കുറേ അനാഥാലയങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്ന് ഇന്നലെ കുറച്ച് ന്യൂസുകൾ കേട്ടപ്പോൾ ബോധ്യം വന്നു. കല്യാണത്തിന് മുന്നേ ആ കുട്ടി ഗർഭിണിയായിരുന്നു. ഗർഭിണിയായ ആ കുട്ടിയെ ഗർഭം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഗിരിജ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. വിവാഹം കഴിച്ച ശേഷം വിവാഹ രാത്രിയിൽ തന്നെ ആ പെൺകുട്ടി 8 കിലോമീറ്ററോളം ദൂരെ രാത്രി 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി ഓടണമെങ്കിൽ പിന്നീട് എങ്ങനെ 7 മാസത്തിൽ പ്രസവിച്ചു? അപ്പോൾ ആ കുട്ടി എന്ത് ധൈര്യത്തിലാണ് അയാളുടെ കൂടെ വീണ്ടും ജീവിതം തുടങ്ങിയത്? ആ കുട്ടി അന്നേ ആ വീട്ടിലേക്ക് തിരിച്ചു പോകാതെ ഒരു പരാതി കൊടുത്തിട്ട് അന്വേഷണത്തിന് വന്നിരുന്നെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ, എത്ര നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാമായിരുന്നു. എം.എൽ.എ. ചിറ്റയം ഗോപകുമാറും മന്ത്രി ഗണേഷ് കുമാറിനും എല്ലാം ഈ വിവരങ്ങളൊക്കെ അറിയാവുന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വരുന്ന പണമൊക്കെ എന്തു ചെയ്തു? സ്വന്തം പേരിൽ സ്വത്ത് വാങ്ങിച്ചിട്ടു അല്ലേ? അതല്ലേ നടത്തത്? അനാഥകർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി ജനങ്ങൾ നൽകിയ സ്പോൺസർമാരായിട്ട് മുന്നോട്ട് വന്ന പലരുടെയും പണം കൊണ്ടാണ് ഗിരിജ വീട് വെച്ചതും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞ് അവരെ വകവരുത്താനിരുന്നതാണ്, അതായത് കൊല്ലാനിരുന്നതാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരു അനാഥാലയം അവിടെ ആവശ്യമുണ്ടോ? പലരുടെയും പണം കൊണ്ട് സ്വന്തം പേരിൽ ഭൂമിയും വീടും വാങ്ങിച്ച് ആർത്തുല്ലസിച്ച് ഹണിമൂൺ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഗിരിജയുടെ 14ാമത്തെ ഭർത്താവാണ്. എല്ലാം ഓരോ ന്യൂസ് വഴി പുറത്തു വന്ന കാര്യങ്ങളാണ്. കുറച്ച് ഉന്നതരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. രാഷ്ട്രീയക്കാരുടെയും പണക്കാരുടെയും പിൻബലത്തിൽ അവർക്കൊക്കെ അവിടുത്തെ പെൺകുട്ടികളെ കാഴ്ചവെച്ചു എന്നാണ് അറിയാൻ പറ്റിയത്. ഒരുപാട് പെൺകുട്ടികളെ അവിടെ ബലാത്സംഗം ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. കന്നഡി ചാക്കോയുടെ ആ വീഡിയോയിൽ ഇതെല്ലാം പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ആ കന്നഡി ചാക്കോ പറയുന്നതും കൂടെ കേട്ടാൽ നല്ലതായിരിക്കും. അടുത്ത വീഡിയോയുമായിട്ട് വരാം.